ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഗ്ലോബൽ വില്ലേജിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്താന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട്, അതായത് ഒരുപാട് രാജ്യങ്ങൾ ഒരൊറ്റ ഫ്രെയിമിൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നാൽ നമുക്കൊരു 25ഓളം രാജ്യങ്ങളുടെ കൾച്ചറും അവരുടെ ആക്ടിവിറ്റീസും അവരുടെ ഒരു സ്റ്റൈലും ഫുഡും ഇതെല്ലാം നമുക്കൊന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് മെഷീന്റെ സൈഡിലോട്ട് ചെന്നിട്ട് സെൽഫായിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഒരു ടിക്കറ്റിന് വന്നത് 25 ദിറംസ് ആണ്. ഈ മിറാക്കിൾ ഗാർഡൻ പോലെ തന്നെ ഇതും സീസണൽ ആണ്. ഇതിപ്പോ ഒരു ഒക്ടോബർ തുടങ്ങിയിട്ട് ഏപ്രിൽ വരെയൊക്കെ ഉള്ളൂ ഈ ഗ്ലോബൽ വില്ലേജിന്റെ ഒരു കാഴ്ചകൾ. അത് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആവും. ഈ പല രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ പെവിലിയൻസും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിലും കയറിയിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല. കാരണം രാവിലെ തുടങ്ങി അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ നടന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന്. അമ്മാതിരി ഉണ്ട്. ഞങ്ങൾ രാത്രിയാണ് ഇവിടെ വന്നത്. രാത്രി വരുന്നതാണ് കുറച്ച് കൂടുതൽ ഭംഗി. കാരണം ഈ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. അപ്പൊ ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. ഇവിടെ ഇങ്ങനെ കുറെ തായ് ഫുഡാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റില്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒന്നും വാങ്ങിയില്ല. ജസ്റ്റ് ആദ്യം ഒന്നും എല്ലാം ഒന്ന് കണ്ടിട്ട് പിന്നെ കുറച്ച് വിശപ്പാവുമ്പോൾ ഫുഡൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങാമെന്നൊരു തീരുമാനത്തിലായിരുന്നു. ഷോപ്പിംഗ് ഒക്കെയാണ് മനസ്സിലെങ്കിൽ ധാരാളം ചിക്കിലിയായിട്ട് ഇതിനകത്തേക്ക് കയറിയാൽ മതി. കാരണം അമ്മാതിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ പുറത്ത് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡബിളോ ട്രിപ്പിളോ ഒക്കെയാണ് ഇവര് ഇവിടെ ഓരോ ഇതിനും കൊടുത്തിരിക്കുന്ന പ്രൈസ്. ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെയാണ് വന്ന് കുറെ വാങ്ങിക്കുന്നത്. അല്ലാത്ത എല്ലാവരും ഒക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും ഒക്കെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെ കുറെ ഷോസും പിന്നെ അതുപോലെ തന്നെ കാർണിവൽസും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു 25 ദിറംസ് ഒരാൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന റേറ്റ് കൂടാണ്ട് നമുക്ക് ഇതിനകത്തെ ഷോസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ, പിന്നെ ഇങ്ങനത്തെ കാർണിവൽ റൈഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ വേറെ പൈസ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ പെവിലിയൻ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആദ്യം ഇതിൽ തന്നെ കയറി അവിടുത്തെ ഷോപ്പും നമ്മുടെ കുറെ ഡ്രസ്സും കാര്യങ്ങളും സ്പൈസസും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ നടന്ന് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചൈനയുടെ പെവിലിയനിൽ കയറി. അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പപ്പേനെ ഒന്ന് മിസ്സായി. അപ്പം പപ്പയുടെ കയ്യിൽ ഫോണില്ല, വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഓർത്തു ചേച്ചിയുടെയും മമ്മിയുടെയും കൂടെ ഉണ്ട്, അവരോർത്തു എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം ഞാനും ചേച്ചിയും കണ്ടുമുട്ടിയപ്പോൾ പപ്പ മാത്രം ഇല്ല കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ തപ്പി നടന്നപ്പം പപ്പ എന്തായാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെയും തപ്പി നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു. പപ്പ അവിടെ വിട്ട് പോയില്ല. അങ്ങനെ തപ്പി നടന്നിട്ട് അവസാനം ചേച്ചിയുടെ കയ്യിലാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ മമ്മിയുടെ അടുത്തോട്ട് പോയി. അപ്പോൾ ഒരു പെവിലിയൻ കൂടെ കാണാനുള്ളൊരു എനർജി പപ്പയെ തപ്പി നമ്മളിങ്ങനെ കുറെ അങ്ങോട്ട് നടന്നതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് ക്ഷീണമായി. അപ്പോൾ എല്ലാവരും പതുക്കെ സൈഡായിട്ട് ഒരിടത്ത് ഇരുന്നു. പിന്നെ ഞാൻ ആ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോയി. എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ അത് ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നത് നമ്മുടെ ബോസ്നിയൻ പ്ലസ്കവിക്ക വാങ്ങിക്കാനാണ്. ഇത് ഞാനിങ്ങനെ യൂട്യൂബിലൊരു ഷോർട്സിൽ കണ്ടപ്പോൾ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചിരുന്നു ഇവിടെ വരുമ്പോൾ അതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബീഫിന്റെ പാറ്റിയാണ്. അതായത് ഒരു ബ്രെഡിനകത്തേക്ക് അവരിങ്ങനെ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് പോലെ അവരുടേതായ കുറച്ച് ചീസോ അങ്ങനെ എന്തൊക്കെയോ മസാലകളൊക്കെ വെച്ചിട്ട് തരും. പിന്നീട് നേരെ പോയത് നമ്മുടെ ഒരു തായ് മസിൽസ് ട്രൈ ചെയ്യാനാണ്. ഇത് ഒരു ഇറ്റാലിയൻ ഡിഷ്, അതായത് പാസ്തയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു പേര് കണ്ടപ്പോൾ ഞാൻ വെച്ചെന്നാ ഒന്ന് ട്രൈ ചെയ്യാം. ഈ കാണുന്നത് ചീസാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഇവരിങ്ങനെ ചീസ് കുറച്ച് സ്ക്രാച്ച് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ടാണ് പാസ്തയും ആ സോസൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തരുന്നത്.
അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു. There's a lot of food in the Philippines. Too much food in the Philippines. You already visit in the Philippines? No, not yet. Right. Very good. Should I? ഇന്ത്യയുടെ ഒരു ടർക്കിഷ് ഡിഷാണ് വാങ്ങിയത്. അത് ബീഫ് കോഫ്ത എന്ന് പറയും. നമ്മുടെ ബീഫ് ബോൾസും പിന്നെ കുറച്ച് റൈസും പിന്നെ അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് തരും. അപ്പൊ ഫുഡ് വാങ്ങിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ഞാൻ കുറച്ചധികം നേരം വൈകിട്ടാട്ടോ തിരിച്ചു വന്നത്. എന്നെയും കാത്തിങ്ങനെ 3 പേര് ഇരിക്കുന്നുണ്ടില്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത ഫുഡിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് നമ്മുടെ ബോസ്നിയൻ പ്ലസ്കവിക്ക തന്നെയായിരുന്നു. ആ ഒരു ബീഫ് പാറ്റി വെച്ചിട്ടുള്ളൊരു സംഭവമില്ലേ, അത് നന്നായിരുന്നു. ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ ഇതൊന്നും കമ്പയർ ചെയ്ത് പറയാനായിട്ട് നമ്മൾ ഇതൊന്നും മുന്നേ കഴിച്ചിട്ടില്ല. ആകെ അറിയാവുന്ന പാസ്ത മാത്രമാണ്. പാസ്ത ഭയങ്കര വേറൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല. നമ്മളിവിടെയൊക്കെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ, ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പം വേറെ നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ഒന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3-4 ഡിഷസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം എല്ലാ രാജ്യത്തെയും ഡിഷസ് ഇവിടെ അവൈലബിൾ ആണല്ലോ. അപ്പം നമുക്ക് അതിന് നല്ലൊരു അവസരമാണിത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതലൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല, കാരണം ഇത്രയൊക്കെ ഞാനും കണ്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്ത് കൂട്ടാനായിട്ട് എൻ്റെ ഫോണിലെ മെമ്മറിയും കുറവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഒരു തേഴ്സ്ഡേ ആണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നത്. നാളെ രാവിലെ ബുർജ് ഖലീഫ കാണാൻ പോകണം. അതിനുശേഷം പിന്നെ സാറ്റർഡേ നമ്മൾ ഷാർജയിലേക്ക് പോകും. അവിടുന്ന് രാത്രിയാണ് റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പോൾ സൺഡേ ഏർലി മോർണിംഗ് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.